കുഞ്ഞിച്ചോമിനസാൻ ഞാനും മിഷിൻ്റെ സീസൺ 2 എപ്പിസോഡ് 12 എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് കൊണ്ട് നമ്മുടെ സീസൺ 2 ആ ഒരു പീക്കിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കാനായിട്ട് പോകുവാണ്. ഇനിയുള്ള ഒരു 10-15 ചാപ്റ്റേഴ്സ് ഒരു രക്ഷയും കാണത്തില്ല. കിട്ടിലും ചാപ്റ്റേഴ്സ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും മിസ്സാക്കിയിരിക്കാൻ വേണ്ടി നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് താഴത്തുള്ള ഹൈ ബട്ടൺ കൂടെ അമർത്താൻ മറക്കണ്ട. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങുന്ന നേരത്ത് യോൺ പറയുകയും ചെയ്യും, അപ്പോൾ ഇത് ദ സുപ്രീം സേബർ ഓഫ് ദി 6 മാർഷൽ ആർട്സ് സെക്ട് ആണല്ലേ. അവരപ്പോൾ ഇമ്പീരിയൽ ഫാമിലിയുടെ അകത്തേക്ക് വരെ കടന്ന് കയറിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു ഇമ്പീരിയൽ ഓർഡർ ഇത് അവരുമായിട്ട് റിലേറ്റ് ചെയ്തതാണോ? എന്നിട്ട് അവനത് നേരെ തുറക്കും. അതൊരു ഇമ്പീരിയൽ ഓർഡറാണ്. എല്ലാവരും തലകുനിക്കുന്നുണ്ട്. അവരെല്ലാവരും തലകുനിച്ച് നിൽക്കുന്നുണ്ട്. ഇവരാരും തന്നെ ഡേമിയൻ എംപയറിൻ്റെ ഇമ്പീരിയൽ ഓർഡറിൻ്റെ മുമ്പിൽ പോലും തലകുനിക്കുന്നില്ല. എന്തൊരു റൂഡാണ്. ഞാൻ താങ്കളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഒരു ഹോണറബിൾ ആയിട്ടുള്ള ഗസ്റ്റായിട്ട്. വർണബിൾ ആയിട്ടുള്ള ഹീറോസ് എന്ന രീതിയിൽ താങ്കൾ ഇവിടേക്ക് വരേണ്ടതാണ്. നമ്മുടെ നോൺ അഗ്രഷൻ ട്രീറ്റോട് ഞാൻ ക്രൗൺ പ്രിൻസിനെ അവിടേക്ക് അയക്കുവാണ്. സേജ് കിങ്ങിൻ്റെ ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കാറുണ്ട് ഇതെഴുതിയത് ശരിക്കും റെസ്പെക്ട്ഫുള്ളി തന്നെയാണ്. ഇതൊരു ഇൻവിറ്റേഷനാണ്. എന്ത് ഡാനോ ഫെസ്റ്റിവലോ? ഇതിനെപ്പറ്റി എന്തായാലും ഞാൻ തിരക്കണം. അടുത്ത സെക്കൻഡ് തന്നെ ഈയനടുത്ത് മാഞ്ഞ് നമ്മുടെ സേജ് കിങ്ങിൻ്റെ നേരെ മുമ്പിലേക്ക് എത്തി. അല്ല, എന്ത് പറ്റി? നിനക്ക് ഈ സ്ക്രോളിലുള്ളത് എന്താണെന്നറിയാവോ? എനിക്ക് സ്പെസിഫിക്കലി അറിയില്ല, പക്ഷേ ജനറലി നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു ഇൻവിറ്റേഷൻ എനിക്കല്ലാതെ മറ്റാർക്കൊക്കെയാണ് കിട്ടാൻ പോകുന്നത്? ഇത് എല്ലാ ഫോഴ്സിൻ്റെ ലീഡേഴ്സിനാണ് അയച്ചിട്ടുള്ളത്. എല്ലാ ഫോഴ്സും അപ്പം 3 പേരുണ്ടല്ലേ. സത്യം പറഞ്ഞാൽ ജിങ്ഹയിലെ 3 ലീഡേഴ്സും ഒന്നിച്ചു കൂടിയത് വെറും 5 തവണ മാത്രമാണ്. അതിൽ തന്നെ 2 തവണ വാറിലാണ്. ബാക്കിയുള്ളത് വെച്ച് നോക്കാൻ നേരത്ത് അപ്പോൾ ഈ ഒരു 6 മാർഷൽ ആർട്സ് സെക്ട് അവർ ഈ ഒരു ഗ്രേറ്റ് ഫോഴ്സിൻ്റെ ഇടക്ക് ഒരു യുദ്ധം ക്രിയേറ്റ് ചെയ്യാനാണോ? ഹിസ് ഹോളിനെസ് റെഫർ ചെയ്ത് ഓർത്തഡോക്സ് മുർമും പിന്നെ അൺഓർത്തഡോക്സ് മുർമുമാണ്. അതേപോലെ നിങ്ങളെ കൂടാതെ മറ്റൊരു ഗ്രൂപ്പിനെ കൂടെ അദ്ദേഹം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ റൈസ് ചെയ്ത് വരുന്ന ഒരു ഫോഴ്സാണ്. അതിനെ വിളിക്കുന്നത് സുപ്രീം സേബർ ഓഫ് ദി 6 മാർഷൽ ആർട്സ് സെക്ട് എന്നാണ്. പിന്നെ കാണിക്കുന്നത് സിജാങ് പോർട്ടിലെ ഒരു ഹിഡൻ ഉള്ള സ്റ്റോൺ ചേംബർ ആണ്. അവിടേക്കാണ് ഒരാൾ നടന്നു വന്നത്. അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ദി തേർഡ് ഡിമോണിക് കൾട്ട് കൊക്കുബൈൻ. അതിൻ്റെ അന്ന് ഒരു പെട്ടി എടുക്കുകയും ചെയ്യും. ആ പെട്ടിയിൽ എഴുതിയിട്ടുണ്ട് ദി തേർഡ് പ്ലാൻ ഡിമോണിക് കൾട്ട് ടെക്നിക്സ് എന്നാണ്. സോ ഡിമോണിക് കൾട്ടാണ് വീണ്ടും. ഇത് ശരിക്കും ഷെയിമാണ്. നമ്മുടെ ഒരു സ്പൈനെ കൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. യുക്യങ് അവൻ എന്തായാലും നല്ലൊരു കാര്യമായിരുന്നു, പറഞ്ഞിട്ട് കാര്യമില്ല. റീസെന്റ് 2ാമത്തെ പ്ലാനും തകർന്നിരിക്കുന്നു. ഇതിനെല്ലാത്തിനും കാരണം ആ ഒരു ഡിമോണിക് കൾട്ടാണ്. ഞങ്ങൾ ഓൾറെഡി ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. എന്തായാലും സമയം വന്നിരിക്കുന്നു. ഞാൻ എന്തായാലും കളത്തിലേക്ക് ഇറങ്ങണം. നീയൊക്കെ എത്ര തിരഞ്ഞാലും ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കൊന്നും തന്നെ കിട്ടാൻ പോകുന്നില്ലടാ. അതിനുശേഷം കാണിക്കുന്നത് അലിയൻസ് ടെമ്പിളാണ് ഓർത്തഡോക്സ് മുർമിലെ. അവിടെ പാട്ടും ഡാൻസും ആയിട്ട് ഭയങ്കര ആഘോഷം തന്നെയായിരുന്നു. പിന്നെ കാണാൻ സാധിക്കുന്നത് ലീ മോങ് എന്ന് പറയുന്ന നമ്മുടെ ഓർത്തഡോക്സ് മുറും അലയൻസിന്റെ ഹെഡാണ്. ദേ ഒരു ഗ്ലാസും കൂടെ കൂടി. അത് പറഞ്ഞത് ഡേമിയൻ എംപററിന്റെ എൽഡസ്റ്റ് സണ്ണായുള്ള ദി സോൾ കിങ് ഉള്ള ജോ തേക്കിയോൺ ആയിരുന്നു. താങ്കൾ എന്നെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് തന്നെ ആഘോഷിക്കുന്നുണ്ട്. ഇതേ സമയം പുറത്ത് 2 പേർ നിപ്പുണ്ടായിരുന്നു. നമ്മൾ ഇതുവരെ സ്പൈസിനൊന്നും കംപ്ലീറ്റ്ലി സോർട്ട് പോലും ചെയ്തിട്ടില്ല. ദേ ഫെസ്റ്റിവൽ ആണെങ്കിൽ ഇനി 4 ദിവസം കൂടിയുള്ളൂ. ക്യാപ്റ്റൻ സൂചി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ആ ചോദിച്ചത് പങ്ങായിരുന്നു. അപ്പോൾ അവൾ പറയും ചെയ്യും അത് ശരിയായിരിക്കും, പക്ഷേ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം സോൾ കിങ് എന്തായാലും പുള്ളിക്കാരൻ്റെ രീതിയിൽ ഫേവറബിൾ ആക്കാനല്ലേ നോക്കുന്ന ഈ ഒരു അലയൻസ്. ഇപ്പോൾ കറണ്ട് സിറ്റുവേഷൻ അതങ്ങനെയാണല്ലോ. സത്യം പറഞ്ഞാൽ ഒരു മാസം മാത്രമേ ആയുള്ളൂ ഡിമോണിക് കൾട്ടിൽ നിന്ന് ഞങ്ങൾ തിരിച്ചെത്തിയിട്ട്. അതിനിടക്ക് തന്നെ ഹിഡനുള്ള പല സ്റ്റെപ്സിലും ഞങ്ങൾ കയറി. ഇന്നും ഈ 9 സെല്ലിൽ എത്രത്തോളം സ്പൈസ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഒരു പിടുത്തം കൂടിയില്ല. ഇവരെപ്പോൾ തൊട്ടാണ് ഞങ്ങൾ ഉള്ളിലേക്ക് വന്ന് പെനട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയെന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. മേ ബി ഈ പറയുന്ന സുപ്രീം ഉള്ള സേബർ ഓഫ് 6 മാർഷൽ ആർട്സ് സെക്ട് എന്ന് പറയുന്നത് വളരെ കാലം മുമ്പ് തൊട്ട് തന്നെയുള്ള ഒരു സെക്ട് ആയിരിക്കണം ക്യാപ്റ്റൻ സൂചിയെ. പക്ഷേ എനിക്ക് ചില കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. അതെയോ? അതെന്താണ്? ഈ നോൺ അഗ്രഷൻ ട്രീറ്റ് പ്രകാരമാണല്ലോ ഇപ്പോൾ സുപ്രീം സേബർ ഓഫ് 6 മാർഷൽ ആർട്സ് സെക്ടിനെ നമ്മളിടയ്ക്ക് വിളിച്ചിട്ടുള്ളത്. സോ ഇത് ഓഫ് കോഴ്സ് ഡിമോണിക് കൾട്ടിനും അല്ലെങ്കിൽ അൺഓർത്തഡോക്സ് അലയൻസിന് വേണ്ടിയുള്ള ഒരു ട്രാപ്പ് ആണെങ്കിലോ? അതെ, അത് ട്രാപ്പ് തന്നെയാണ്. ഈ അൺഓർത്തഡോക്സ് സെക്ടിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ഇത് കറന്റ് ഡിമോണിക് കൾട്ടിനെ പിടിക്കാനുള്ള ഒരു ട്രാപ്പ് തന്നെയാണ്. താങ്കൾ എന്താണ് ഈ പറയുന്നത്? താങ്കൾക്ക് ഓർമ്മയില്ലേ അന്നത്തെ യങ് ഡീമൻ ലോർഡ്, അല്ല കറണ്ടിലെ ദി ഡീമൻ ലോർഡ്? പിന്നെ ഓർക്കാതിരിക്കോ? അവൻ ശരിക്കും ഇൻക്രെഡിബിൾ ആയിരുന്നു. അന്നത്തെ അപ്രോച്ച് അവൻ ഇന്ന് ഡിമോണിക് കൾട്ടിന്റെ ഹെഡ് ആകുമെന്നൊന്നും വിചാരിച്ചില്ല. അത് ശരിക്കും ഇൻക്രെഡിബിൾ ആണ്, അതേപോലെ സ്കേറിയുമാണ്. അതെ, ഞാനായിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു ട്രാപ്പ് എൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിരുന്നു. എനിക്ക് ഉറപ്പാണ് കറണ്ട് ഡീമൻ ലോർഡ് ഏൺ ചെയ്യണം അതുപോലെ തന്നെ ചിന്തിക്കത്തുള്ളെന്ന്. അപ്പം നീ പറഞ്ഞു വരുന്നത് അവനിവിടേക്ക് ഉറപ്പായിട്ടും വരുമെന്നാണോ? അതെ, എനിക്ക് ഉറപ്പാണ് അവനിവിടേക്ക് ഉറപ്പായിട്ടും വരും. ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവൻ ഒരിക്കലും തന്നെ നശിപ്പിക്കത്തില്ല. സിസ്റ്റർ ജൂഗെ, അത് നല്ല ഗ്രേറ്റ് ആയുള്ള ഒരു ന്യൂസ് ആണല്ലോ. ആ പറഞ്ഞത് ഗാഗ
ഇയോൺ ആയിരുന്നു. സൂജിസോയുടെ ഫിയൻസി, പിന്നെ എൽഡസ്റ്റ് സൺ ഓഫ് ദി മുറും അലൻസ് അല്ല ഇയോൺ ബൂസോ. അല്ല, ഇവനെപ്പോഴാണ് ഇത്രയും അടുത്തേക്ക് എത്തിയത്? ഇവന്റെ മാർഷൽ ആർട്സ് വീണ്ടും ഇമ്പ്രൂവ് ആയിട്ടുണ്ടല്ലോ. മുറിം അലയൻസിലെ 7 മാസ്റ്റേഴ്സ് എല്ലാം തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ സോൾസും എല്ലാം മാറ്റി വെച്ചിട്ട് അവരുടെ ഫ്യൂച്ചറിന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്ത് ഇയോൺ ബൂസോനെ വെച്ചുകൊണ്ട്. അവന്റെ ഡെവലപ്മെന്റ് കാണുന്നത് ഞാൻ ശരിക്കും പേടിച്ചിരുന്നു. കാര്യം ഇവരെ ആർക്ക് തടയാൻ സാധിക്കും, ഇവന്റെ റൈവലായിട്ട് ആർക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ ഇപ്പോഴെന്തായാലും ഉറപ്പാണ്, അതിന് ഒരാൾ ജനനം കൊണ്ടിട്ടുണ്ട്. ഡിമോണിക് കൾട്ടിലെ ഇപ്പോഴത്തെ കറണ്ട് ഡീമൺ ലോഡ് എന്ന് പറയുന്നത് ഇവന് ശരിക്കും ഗുഡായ ഒരു റൈവൽ തന്നെയാണ്. ഗാഗ, നിന്നെ കണ്ടതിൽ സന്തോഷം. പക്ഷെ നീ എന്തിനെ പറ്റിയാണ് പറഞ്ഞത്? അല്ല, നീ പറഞ്ഞില്ലേ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന്, അവനോടേക്ക് വരുമെന്ന്. സോ അവനെ പറ്റി തന്നെ. ഓ, അപ്പോൾ അത് അവൻ്റെ ഇൻട്രസ്റ്റിലെടുത്തല്ലേ? അല്ല, നിനക്ക് അവനെ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? പിന്നല്ലാതെ ഞാൻ എൻ്റെ അടുത്ത ജനറേഷനിലേക്ക് കാലെടുത്ത് വെക്കാൻ നടത്തത് അവനായിരിക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഇമ്പീരിയൽ നിന്ന് വന്ന ആൾക്കാർ ഡിമോണിക് കൾട്ടിൽ വന്നിട്ട് കുറച്ചധികം സമയം കടന്നു പോയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ സേജ് കിങ്ങും ബാക്കിയുള്ളവർക്കും നമ്മുടെ ഡീമൺ ലോഡിനെ കണ്ടിട്ട് ശരിക്കും പേടിച്ച് വിറച്ചിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ വന്ന കാര്യം പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാനാണ് നോക്കിയെങ്കിലും ഇയോൺ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് തന്നെ അവർക്ക് മറ്റു മാർഗ്ഗങ്ങളില്ലാതെ ഡിമോണിക് കൾട്ടിൽ കഴിയേണ്ടി വന്നു. എന്നാൽ സ്റ്റാർട്ടിങ് വെച്ച് കമ്പയർ ചെയ്യുന്ന നേരത്ത് ഡിമോണിക് കൾട്ടിൽ അവർ ശരിക്കും ഹോസ്പിറ്റാലിറ്റിയുടെ മാത്രമാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ലൊരു സമയം തന്നെ അവിടെ ചെലവഴിക്കാനും സാധിച്ചു. പതുക്കെ സേജ് കിങ്ങിനെ അവിടെ റിലാക്സ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവരൊരുക്കി കൊടുത്തു. പിന്നെ കാണിക്കുന്നത് സേജ് കിങ്ങിൻ്റെ ആ ഒരു റൂമാണ്. അറ്റ്മോസ്ഫിയർ എന്തായാലും ഒട്ടും ബാഡല്ല. ഓർത്തഡോക്സ് മുറി വെച്ച് നോക്കാൻ നേരത്ത് ഇവരുടെ ആ ഒരു തുടക്കം മാത്രമേ പ്രശ്നമുള്ളായിരുന്നു. പക്ഷേ അവരിപ്പോൾ എന്നെ ട്രീറ്റ് ചെയ്യുന്നത് അതെന്തായാലും വളരെ നന്നായിട്ട് തന്നെയാണ്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഡീമലോട് എന്തായാലും അവിടേക്ക് വരാനും ചാൻസ് ഉണ്ട്. ഹിസ് മാജസ്റ്റിയുടെ ഡിപ്ലോമാറ്റിക്കൽ സ്കില്ല് വെച്ച് നോക്കാൻ നടത്തി ഇതെന്തായാലും എനിക്ക് ഹെൽപ്ഫുൾ ആവും. സോൾ കിങ്ങിനെ മറികടന്നുകൊണ്ട് എനിക്ക് ആ ഒരു പൊസിഷനിലേക്ക് ഉയരാനും ചാൻസ് ഉണ്ട്. യുവർ ഹൈനസ് ദി സേജ് കിങ്, ഞാൻ സദേൺ മിലിറ്ററി ജനറലാണ്. ഞാൻ ഇവിടേക്ക് വന്നോട്ടെ? അകത്തേക്ക് വാ. എന്നോട് ക്ഷമിക്കണം, ഞാൻ താമസിച്ചെന്ന് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല, നീ അവിടെ വന്നിരിക്കേ. സദേൺ മിലിറ്ററി ജനറൽ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ ഈ റിട്രീറ്റ് എന്തായാലും നന്നായിട്ട് നടക്കത്തില്ലേ? പെട്ടെന്ന് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് അവൻ്റെ എനർജി യൂസ് ചെയ്ത് അത് കംപ്ലീറ്റ്ലി അങ്ങോട്ട് അടച്ചു പൂട്ടി. എന്നോട് ക്ഷമിക്കണം, ഞാൻ ആദ്യം ഈ റൂം കംപ്ലീറ്റ്ലി ഒരു ബാരിയർ പ്രൂഫ് ആക്കിയതാണ്. ഇനി താങ്കൾക്ക് ഫ്രീ ആയിട്ട് തന്നെ സംസാരിക്കാം. സദേൺ മിലിറ്ററി ജനറൽ, താങ്കൾക്ക് എൻ്റെ മനസ്സ് വയ്ക്കാൻ കഴിയുമല്ലേ? താങ്കൾ തന്നെ ആലോചിച്ച് അവരെന്നെ നന്നായിട്ട് എന്നെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിനർത്ഥം അവർക്കും എൻ്റെ കയ്യിൽ നിന്ന് എന്തൊരു ഹെൽപ്പ് വേണം. ഡീമൺ ലോഡിൻ്റെ ഇൻറ്റൻഷൻസ് എന്തുവാന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷേ എന്തായാലും ഒരു ഡെഫിനറ്റായുള്ള ആൻസർ തരത്ത സ്ഥിതിക്ക് നമുക്കിവിടെ ഊഹിക്കാവുന്നതേ ഉള്ളല്ലോ. ഇതെല്ലാം തന്നെ എൽറഹാൻ മുകളിലെടുത്തുകൊണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഡീമൺ ഡിവൈൻ കൾട്ടിൻ്റെ ഇന്നർ മെഡിക്കൽ പാവലിയനാണ്. അവിടെയാട്ടെ എല്ലാവരും തന്നെ നിപ്പുണ്ടായിരുന്നു. നമ്മുടെ ഡിമോണിക് ഫിസിഷ്യനും നമ്മുടെ ഡിവൈൻ ഫിസിഷ്യനല്ല ഗാം റോസുവും. അവളിപ്പോൾ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സുപ്രീം അല്ല ഹെവലി ഡീവനുള്ള ഇയോൺ യുജോങ്ങിനെയാണ്. അവൾ ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫിസിഷ്യൻ തന്നെയാണ്. അവളുടെ മെഡിക്കൽ ടെക്നിക്ക് സെവറൽ സ്റ്റെപ്പ് ഹെഡാണ്. അതുമാത്രമല്ല അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയും. അത് മാത്രമല്ല ഒരു മണിക്കൂറിൽ കൂലായിട്ടും അവളുടെ ശരീരം അവളുടെ മസിൽസ് ഒന്നും അനങ്ങുന്നത് പോലുമില്ല. അവളുടെ മാർഷൽ ആർട്സിലും എന്തായാലും കൊള്ളാം. ഞാനും ഫിസിക്കലായിട്ട് ട്രെയിൻ ചെയ്യണം. അല്ല, നീയല്ല ഇവിടുത്തെ ഡിമോണിക് ഫിസിഷ്യൻ? അതേ ഡിവൈൻ ഫിസിഷ്യൻ, ഐ മീൻ ഗം റോസു. ഈ നീഡിൽസ് 1 മണിക്കൂർ കഴിയുമ്പോൾ താങ്കൾക്ക് ഊരാൻ സാധിക്കുമോ? ഞാൻ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആണ്. എനിക്കിനി റെസ്റ്റ് ചെയ്യണം. ആ കാര്യം ഞാൻ നോക്കിക്കോളാം. അതിനുശേഷം അവൾ നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നു. അല്ല, അദ്ദേഹത്തിന് എങ്ങനെയുണ്ട്? അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ വെയിൻസ് കംപ്ലീറ്റ്ലി ഡാമേജ് ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷേ എന്തായാലും നമ്മൾ ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഇങ്ങനെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം എഴുന്നേൽക്കുന്നതാണ്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഡിവൈൻ ഫിസിഷ്യൻ റിയലി അമേസിംഗ് ആണ്. ഞാനൊരു MRI സ്കാനും മെഡിക്കൽ ഇൻഫർമേഷനും ഗ്രേറ്റ് ആണ്. പക്ഷെ ഇത് പെർഫെക്റ്റ് അല്ല. കാര്യം ഒരു ഇന്റർണൽ ഇഞ്ചുറീസിനും മാർഷൽ ആർട്സിനെ പറ്റിയുള്ളതൊന്നും ഫ്യൂച്ചർ മെഡിസിനിലില്ല. താങ്കൾ എന്തായാലും നന്നായിട്ട് വർക്ക് ചെയ്തില്ലേ? താങ്കൾ പോയി റെസ്റ്റ് എടുത്തോളൂ. എന്നോട് ക്ഷമിക്കണം, ഞാനിതാ പോവുകയാണ്. അതിനുശേഷം ആൾ അവിടുന്ന് പോകുന്നു. പെട്ടെന്നായിരുന്നു എൽഡർഹാൻ അവിടേക്ക് വന്നത്. ഞാൻ എൽഡർഹാൻ ദി 7th എൽഡർ, ഞാൻ താങ്കളെ ഗ്രീറ്റ് ചെയ്യുന്നു ഡീമൺ ലോർഡ്. വെൽക്കം എൽഡർഹാൻ. ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. ഡീമൺ ലോർഡ് അത് കണ്ടെത്തിയിരിക്കുന്നു. ആദ്യം കേൾക്കാൻ നേരത്ത് നമ്മുടെ ഇയോണൊന്ന് ചിരിക്കുന്നുമുണ്ട്. അങ്ങനെ പിറ്റേ ദിവസമായി അവർ പോകാൻ പോകുന്ന ആ ഒരു ദിവസം ഈ സമയത്ത് ഇയോണെതിരെ പുറത്തേക്ക് നടക്കും. അവന് കൂടെ ഒരു കത്ത് ഉണ്ടായിരുന്നു. താങ്കളുടെ ഹോസ്പിറ്റലിനെ പറ്റി ഞാൻ എന്തായാലും എംബാറിനോട് പറയുന്നുണ്ട്. താങ്കൾ റിലീവ് ചെയ്തില്ലേ? അതെന്തായാലും മാത്രം മതി. അല്ല, ഇതെന്താണ്? ഡീമൺ ലോണിൻ്റെ ആ ഒരു മുദ്ര വഹിപ്പിച്ചുള്ള ഒരു സ്റ്റാമ്പ് ഉണ്ടല്ലോ. ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്തായാലും നല്ലതായിരുന്നു. അദ്ദേഹം കൂടെ വരുമെന്ന്. ഡീമൺ ലോർഡ് ഇയോൺ സിയോൺ, താങ്കളുടെ ഡിസിഷൻ താങ്കൾ എടുത്തോ? എടുത്തിരുന്നു. എന്നോട് ക്ഷമിക്കണം, എനിക്ക് സെറിമണി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഞാൻ എൻ്റെ റെപ്രസെൻറ്റേറ്റീവിനായിരിക്കും അവിടേക്ക് അയക്കാൻ പോകുന്നത്. എന്ത്? പിന്നെ കാണിക്കുന്നത് അവരവിടുന്ന് പോകുന്നതാണ്. നമ്മുടെ ഇയോണും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾക്ക് കിട്ടിയില്ല.
ഡിമോണിക്കാലിൽ നിന്ന് ഇങ്ങനെ പോകേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. സേജ് കിങ് കംപ്ലീറ്റ്ലി ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കും. ഇതേ സമയം അവനകത്ത് നിൽക്കുമായിരുന്നു. പെട്ടെന്നാണ് ദേഷ്യം വന്നിട്ട് നമ്മുടെ ഇയോൺ കൊടുത്ത ഒരു കത്തവൻ തട്ടി തെറിപ്പിക്കുന്നത്. നാശം, അവൻ ഇത്ര ധൈര്യം ഉണ്ടായിട്ടാണ് എന്നെ ഇത്ര അത് ഹോപ്പ് തന്നിട്ട് അവൻ എൻ്റെ കൂടെ വന്നില്ല. ഇപ്പം എംബർ ആയിരുന്നു വിളിച്ചതെങ്കിൽ അവൻ ഉറപ്പായിട്ടും വന്നേന്നാം. അത് മര്യാദക്ക് ഇത് ഞാനായതുകൊണ്ട്. ഹോ, അപ്പോൾ നീ അങ്ങനെയല്ലേ ചിന്തിച്ചിരുന്നത്? ദി സേജ് കിങ്. ഡിമലോഡ്, താങ്കൾ പെട്ടെന്നാണ് അവൻ വാ അങ്ങോട്ട് അടച്ചത്. മോശം, എനിക്കെൻ്റെ വാ തുറക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഇതെന്താണ്? അവൻ എപ്പോഴാണ് ഇതിൻ്റെ അകത്തേക്ക് കയറിയത്? താങ്കൾ എന്നെ ഇപ്പം നന്നായിട്ട് വെറുക്കുന്നുണ്ടായിരിക്കും അല്ലേ? പെട്ടെന്ന് അവൻ തല കുലുക്കി ഇല്ല എന്ന് പറയും. പിന്നെ നിനക്ക് മാർഷൽ ആർട്സ് അറിയാവുന്നതുകൊണ്ട് നമ്മുടെ വിസ്പർ ടെക്നിക്ക് സംസാരിക്കാൻ അറിയാമല്ലെന്നും കൊണ്ട് അവൻ നേരെ അവനെ റിലീസ് ചെയ്യും. പെട്ടെന്ന് അവൻ കഥക്കുന്നുണ്ട്. നാശം, ഞാനിവിടെ കിടന്ന കാലിട്ടൊന്നും ഒരു ഉപയോഗമില്ല. അവനൊരു മോൺസ്റ്ററാണ്. ഇവിടെയുള്ള എല്ലാവരെയും അവന് കൊല്ലാൻ സാധിക്കും. താങ്കൾ എപ്പോഴാണ് കാരേജിൻ്റെ അകത്തേക്ക് കയറിയത്? അതധികം സമയമൊന്നും ആയില്ല. അതിനർത്ഥം ഞാൻ ഡോർ തുറന്നപ്പോഴാണ് അവനകത്തേക്ക് കയറിയത്, അതും ഒരാൾ പോലും അറിയാതെ. എങ്ങനെ? ഡീമലോഡിനെ കുഴപ്പമൊന്നും കാണത്തില്ലല്ലേ? അവിടെ ഡീമലോഡായിട്ട് അഭിനയിച്ചത് നമ്മുടെ ഹ്വാൻ ഹി ആയിരുന്നു. അല്ല, താങ്കൾ എന്തിനാണ് എൻ്റെ കാരേജിലേക്ക് വന്നത്? ഓഫ് കോഴ്സ്, ഞാൻ നിന്റെ ഇവിടെ പാലസിലേക്ക് വരാൻ പോകുന്നു. പാലസിലേക്കോ? അയ്യോ, ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. താങ്കൾ ശരിക്കും ദേഷ്യത്തിലെന്നറിയാം. പക്ഷേ അതുകൊണ്ട് മാത്രം താങ്കൾ അത് കുഴപ്പമില്ല. ഇപ്പം എന്തായാലും നന്നായില്ലേ? ഞാനോർത്തത് നീ എന്നെ വെറുക്കുന്നുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ട്രിപ്പ് കംപ്ലീറ്റ്ലി അൺകംഫർട്ടബിൾ ആയെന്നാം. അപ്പോഴാണെന്ന് ഞെട്ടി. എന്നോട് ക്ഷമിക്കണം യുവർ ഹൈനസ്, ഞാൻ പെട്ടെന്ന് ഇവിടേക്ക് വന്നത്. പക്ഷേ ഇപ്പം നമ്മൾ എന്തായാലും ഇവനായില്ലേ? ഞാൻ നേരെ കാര്യത്തിലേക്ക് വരാം. സേജ് കിങ്, എനിക്ക് താങ്കളെ ഹെൽപ്പ് ആവശ്യമുണ്ട്. നാശം, അവൻ്റെ ഹെൽപ്പ് ചോദിക്കുമല്ല, അവൻ എൻ്റെ മേലെ ഓർഡർ ചെയ്യുവാണ്. ദിസ് സേജ് കിങ്ങിൻ്റെ അടുക്കെ. പക്ഷേ എൻ്റെ റോയൽറ്റി വെച്ചുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വേണം തിരിച്ച് പറയാനായിട്ട്. താങ്കൾക്ക് എന്തിനെ പറ്റിയാണ് ഹെൽപ്പ് വേണ്ടത്? അതുകൊള്ളാം, ഇവൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിൽ ശരിക്കും സൂക്ഷിച്ചാണല്ലോ ഉത്തരങ്ങൾ തരുന്നത്. എങ്കിലും കാര്യം ചെയ്യാം, ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. താങ്കൾ ദി സുപ്രീം സേബർ ഓഫ് 6 മാർഷൽ ആർട്സിനെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ. അവരെന്തായാലും ഈ സെറിമണിയിലുണ്ടല്ലോ. അതെ, അതിന് യൂക്ക് യങ്ങില്ലേ, ഒരാഴ്ചക്ക് മുമ്പ് മരിച്ചുപോയ അവൻ സത്യം പറഞ്ഞ അവരുടെ ഒരു സ്പൈ ആയിരുന്നു. എന്നിട്ട് ഇയോൺ ജിയൻ സുപ്രീം സേബർ ഓഫ് 6 മാർഷൽ ആർട്സ് സെറ്റിനെ പറ്റി അവനെപ്പറ്റി അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു കൊടുത്തു. അവനാട്ടെ അത് കേട്ട് പേടിച്ച് വിറക്കുകയായിരുന്നു. നാശം, ഇത്രയൊക്കെ ചെയ്തവരി ഈ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ അത് മാത്രമല്ല, അവരുടെ സ്പൈസസ് ഇനിയും ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. അല്ല എങ്കിൽ നമ്മൾ അത്രയും പെട്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല നല്ലത്. അത് വേണ്ട, അവരെ വെറുതെ വിട്ടേക്ക്. തൽക്കാലം അതാണ് ബെറ്റർ. കാര്യം പാലസി എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്കിപ്പോൾ അറിഞ്ഞുകൂടല്ലോ. സോ അതുകൊണ്ടാണല്ലേ അവൻ എൻ്റെ കൂടെ വരുന്നത്, അവരെ കണ്ടുപിടിച്ച് ഇറാഡിക്കേറ്റ് ചെയ്യാനായിട്ട്. ഞാൻ വിചാരിച്ചതുപോലെ അല്ലേ ശരിക്കും പ്രശ്നക്കാരനാണ്. ഇവനെങ്ങാനും എൻ്റെ എരുമയായ അത് ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയ ഒരു കാര്യമായി മാറും. പിന്നെ സേജ് കിങ്, താങ്കൾക്കും താങ്കളുടെ സ്ട്രെങ്തും പൊസിഷനും കൂട്ടിക്കൊണ്ട് ക്രൗൺ പ്രിൻസിലേക്ക് ഉയരണ്ടേ? ഇതെങ്ങനെ? ഞാനിത് നാംഗ്വിനോട് ഇന്നലെ പറഞ്ഞ കാര്യമാണല്ലോ. അതെങ്ങനെയാണ് ഇവൻ കേട്ടിട്ടുള്ളത്? അത് കംപ്ലീറ്റ് ഞാൻ സീൽ ഓഫ് ചെയ്തതുമാണല്ലോ. വിഷമിക്കൊന്നും വേണ്ട, ഞാനിതായാലും ഇതാരോടും പറയാൻ പോകുന്നില്ല. എൻ്റെ ഗോൾ എന്ന് പറയുന്നത് അവരെ ഇറാഡിക്കേറ്റ് ചെയ്യേണ്ടത് മാത്രമാണ്. താങ്കൾക്ക് എന്തായാലും എംബറിൻ്റെ ഫ്രണ്ട് ഒരു ഗുഡ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനോ പറ്റുമല്ലോ. ഇവൻ അങ്ങനെയാണ് പറയുന്നെങ്കിൽ എംബറിൻ്റെ ഫ്രണ്ട് എനിക്ക് എന്തായാലും നല്ല വെള്ള ചമയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ സൗൾ കിങ്ങിനെക്കാട്ട് മുമ്പ് തന്നെ എനിക്ക് ക്രൗൺ പ്രിൻസിൻ്റെ ആ ഒരു പൊസിഷനിലേക്ക് ഉയരാനും സാധിക്കും. ഇതൊരു നല്ല അച്ചീവ്മെൻറ്റ് തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല, ഞാൻ ഒന്നുകൂടെ ചോദിച്ചോടെ, ഞാൻ ഈ ഒരു ഓഫർ റിജക്റ്റ് ചെയ്താൽ താങ്കൾ എന്ത് ചെയ്യും? അതുകൊള്ളാം, അത് താങ്കൾ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ പോരെ. നാശം, അവൻ എന്നെ ഉറപ്പായിട്ടും കൊന്നുകളെ. വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്? എങ്കിൽ ഓക്കെ, നമുക്ക് എന്തായാലും പാലസിലേക്ക് ഒരുമിച്ച് തന്നെ പോകാം. ഈ ക്യാരേജിലിരുന്നുണ്ടോ? അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. പിന്നെ കാണിക്കുന്നത് അവിടുത്തെ ആ ഒരു സിറ്റി പ്രമിസസ് ആണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡാമിയോങ്ങിൻ്റെ ആ ഒരു എംബർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അതായത് 5 ലക്ഷത്തോളം പോപ്പുലേഷൻ അവിടെയുണ്ട്. സത്യം പറഞ്ഞാൽ അവിടുത്തെ ആ ഒരു ഔട്ടർ ക്യാസിലിനെ നമ്മുടെ ഹെവലി ഡിമോണിക് ഡിവൻ ക്യാസിൽ വെച്ച് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 10 മടങ്ങ് വലുതാണ്. അങ്ങനെ ആ ഒരു ദി ഡ്രാഗൺ പ്ലേസ് ഓഫ് സദേൺ ഗേറ്റ് സെൻട്രൽ പാമിന്റെ സിറ്റി ഹെഡിലേക്ക് അവർ എത്തിയിട്ടുണ്ട്. നമ്മുടെ സേജ് കിങ്ങും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. ഫൈനലി റോയൽ പാലസിലേക്ക് തിരിച്ചെത്തി. കഴിഞ്ഞ 7 ദിവസം എൻ്റെ പൊന്നോ, എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ എങ്ങനെയാണ് ഒരു മനുഷ്യന് 7 ദിവസം മിണ്ടാതിരിക്കാൻ പറ്റുന്നത്? ആ സൈലൻസ് ശരിക്കും പെയിൻഫുള്ളായിരുന്നു. എന്തായാലും ഡീമലോട് ഈവൻ ചെയ്യാൻ ഇമ്പീരിയൽ ഗാർഡല്ല ലീഹാൻ്റെ സ്കിൻ മാസ്ക് ഇട്ടുകൊണ്ട് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ലീഹാൻ ഇപ്പോൾ ഡിമോണിക്കലിൻ്റെ നോർത്തേൺ ബ്രാഞ്ചിലാണുള്ളത്, ഹ്യൂബിയുടെ അടുത്തുള്ളത്. 10 പേര് ഇവിടെ തന്നെ നിന്ന് ഹൈനസിനെ സെർച്ച് ചെയ്യും. ബാക്കി എല്ലാവർക്കും നിങ്ങൾക്ക് തിരിച്ചു പോകാവുന്നതാണ്. യെസ് സാർ. പക്ഷേ അതിലുപരി ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ ആരും തന്നെ ഇതുവരെ സംശയിച്ചിട്ടില്ല എന്നുള്ളതാണ്. പെട്ടെന്നാണ് ഇയോൺ തിരിഞ്ഞു നോക്കുന്നത്. എന്നിട്ട് ആ ക്യാസിലും കാണുന്നത്. സോ ഇവിടെയാണല്ലേ എംബറർ താമസിക്കുന്നത്. ഇത് ശരിക്കും വലുതാണ്. എൻ്റെ ക്യാസിൽ വെച്ചുകൊണ്ട് കമ്പയർ പോലും ചെയ്യാൻ സാധിക്കുന്നില്ല. പെട്ടെന്നാണ് സദേൺ ചേട്ടൻ്റെ മൂഡ് മാറിയത് അവൻ ശ്രദ്ധിച്ചത്.
ഈസ്റ്റ് സ്പിയർ. അല്ല, അവരെല്ലാവരും തന്നെ ഇനിച്ചാണല്ലോ എല്ലർ ഹാനെ പോലെ തന്നെ. അത് മാത്രമല്ല അവർ മാർഷൽ ആർട്സ് പഠിച്ചവരുമാണ്. എടുത്തു പറയേണ്ടത് അവനാണ്. അവൻ്റെ മാർഷൽ ആർട്സ് പവർ ശരിക്കും കൂടുതൽ തന്നെയാണ്. അവനാണോ ഇവരുടെ ലീഡർ? ദി ഗ്രേറ്റ് മിങ് എംപയറിൽ മെയിൻലി 4 ഫോഴ്സസ് ആണുള്ളത് മാർഷൽ ആർട്സ് പഠിക്കുന്നത്. ഈസ്റ്റേൺ ഡിപ്പോർട്ട്, വെസ്റ്റേൺ ഡിപ്പോർട്ട്, ദി ഗ്രേറ്റ് ഫ്ലറിഷിംഗ് ഡിപ്പോർട്ട്, പിന്നുള്ളത് ദി എംപറിന്റെ റോയൽ ഗാർഡ് ആണ്, അതായത് ദി എംപ്രോ യൂണിഫോം ഗാർഡ്. ഇതിൽ തന്നെ 3 ഡിപ്പോർട്ട് അനുസരിക്കുന്നത് എംപറിന്റെ ഡയറക്ട് ഓർഡർ അനുസരിച്ചാണ്. ഈ എംപറുമായിട്ട് ഇവർക്ക് ലോങ് ഹിസ്റ്ററി ഉള്ളത് തന്നെ ഇവർക്കൊരു നല്ലൊരു അതോറിറ്റി തന്നെ ഇവിടെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആൻഡ് എംപ്രോ യൂണിഫോം ഗാർഡ് ആ ഒരു പാർട്ടിലില്ല. അവരുടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എൻ്റെ ഡിഫറൻ്റ് ആയുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് കൂടുതൽ വർക്കും ലഭിക്കാറുണ്ട്. ആ ഒരു പ്രശ്നമുള്ള കാരണം തന്നെ എംബ്രോ ഗാർഡും ഈസ്റ്റേൺ ഡെപ്പോർട്ടിലെ ആ ഒരു ഗാർഡും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുമുണ്ട്. അവരെന്തായാലും അവരുടെ ദേഷ്യമൊന്നും മുഖത്തുനിന്ന് മറച്ചു വെക്കുന്നില്ല. ഞാനെന്തായാലും ഗ്രേറ്റ് ആയുള്ള പ്രിൻസിനെ ഇവിടെ ഗ്രേറ്റ് ചെയ്യുന്നു. ആ പറഞ്ഞത് ഈസ്റ്റേൺ ഡെപ്പോർട്ടിന്റെ അഡ്മിറൽ അല്ല, തേസുങ് ആയിരുന്നു. തേസുങ്. അപ്പോൾ പ്രിൻസ് ചെന്നിനും അവനെ ഇഷ്ടമല്ലല്ലേ? അവരുടെ എനർജി കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. പക്ഷേ സുപ്രീമുള്ള സേവറും അവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇവിടെയുള്ള ഗാർഡ്സിനും അവരെ കണ്ടിട്ട് ഒട്ടും തന്നെ ഇഷ്ടമാണെന്നും എനിക്ക് തോന്നുന്നില്ല. താങ്കൾ എന്തായാലും ഒരു ഹാർഡുള്ള ജേണി കഴിഞ്ഞല്ല വന്നിരിക്കുന്നത്. ദി എംബ്രോ ഗാർഡ്. കുഴപ്പമില്ല. പക്ഷേ താങ്കൾ തന്നെ ഒരു ഇൻഫീരിയർ ഉള്ള ഡിമോണിക്കളുടെ ആൾക്കാരെ കാണാൻ പോകുമെന്ന് വിചാരിച്ചില്ല. താങ്കൾ ശരിക്കും അമേസിംഗ് ആണ്. പെട്ടെന്നാണ് അവൻ ഞെട്ടി നീരെ തിരിഞ്ഞ് ഡീമൺ ലോഡിനെ നോക്കിയത്. ഇൻഫീരിയർ ഉള്ള ഡിമോണിക്കളുടെ ആൾക്കാരോ? ഞങ്ങൾ എന്തായാലും ഇമ്പീരിയർ ഹൈറ്റ്നസിനെ ഇപ്പോൾ എസ്കോർട്ട് ചെയ്താന്ന് പറഞ്ഞിട്ട് സദേൺ മിലിറ്ററി ജനറൽ മുന്നിലേക്ക് വന്നു. നിനക്കറിഞ്ഞൂടെ സദേൺ മിലിറ്ററി ജനറൽ അല്ലാതെ ആർക്കും തന്നെ അകത്ത് കിടക്കാൻ സാധിക്കത്തില്ലെന്ന് എംബറിന്റെ ഇതില്ലാതെ? ഈ നോറി അവനവൻ്റെ അതോറിറ്റി കാണിക്കുവാണ് എൻ്റെ സബോർഡിനേറ്റ്സിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്. നിങ്ങളെന്തായാലും തിരിഞ്ഞു പൊക്കോളൂ. താങ്കൾക്കും പോകാമെന്നാണ് കേട്ടോ. എന്ത്? നീ അതിര് കിടക്കുന്നു. ദി ഇമ്പീരിയൽ മാജസ്റ്റി ദി എംബർ ഓർഡർ ചെയ്താണ് സദേൺ മിലിറ്ററി ജനറലാണ് എന്നെ അക്കംപേജ് ചെയ്യാനായിട്ട്. അത് താങ്കൾക്ക് അറിഞ്ഞൂടെ? അതെനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എങ്കിൽ എന്നോട് ക്ഷമിക്കൂ ദി ഇമ്പീരിയൽ ഹൈനസ്. ഈ നോറി സോൾ കിങ്ങിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് ആ പൊസിഷൻ അവൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോഴേക്കും ബാക്കിയുള്ളവർ തിരിഞ്ഞ് പോകുന്നുണ്ട്. കൾട്ട് ലീഡർ ഇയോൺ, നീ എന്നെ മൈൻഡ് ചെയ്യണ്ട, നീ തിരിച്ചു പോക്കോളൂ, ഞാൻ നിന്റെ സ്ഥലത്തേക്ക് വന്നേക്കാം. അവനെപ്പറ്റി ഓർത്ത് ഞാൻ പേടിക്കേണ്ട കാര്യമില്ല. ആ നായ്കൾ ഇനുജ് അവർക്ക് എപ്പോഴും ഉള്ളതാണ് ഈ പ്രശ്നം. അവരെന്തൊരു റൂഡാണ്. ആൻഡ് ഈ കൂട്ടത്തെ കുറച്ചധികം സ്പൈസിനും എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എക്സ്പെഷ്യലി 5 സസ്പെക്റ്റഡ് ഉള്ള സ്പൈസാണ് ഈ കൂട്ടത്തിലുള്ളത്, എംബ്രോ ഗാർഡിലുള്ളത്. അതിൽ തന്നെ അവരാരും തന്നെ ഫസ്റ്റ് റേറ്റ് മാർഷൽ ആർട്സിൻ്റെ അത്രയും പ്രശ്നക്കാരൊന്നുമില്ല. പക്ഷേ അവരെന്തൊക്കെ ഹിഡൻ ആയിട്ട് വെക്കുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. ഗാർഡ്സ്, അടുത്ത 4 ദിവസത്തേക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി റെസ്റ്റ് ആണ്. നമ്മൾ അത്രത്തോളം വർക്ക് ചെയ്തിരുന്നു. യെസ് സാർ. ഇതെന്തായാലും നന്നായി. 4 ദിവസം എന്ന് പറയുന്നത് അതൊരു വെക്കേഷൻ പോലെയാണ്. സത്യം പറഞ്ഞാൽ എങ്ങനെ വർക്ക് അവോയ്ഡ് ചെയ്യുന്നതായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. നീ ഇവിടെ പോകുന്നു. പെട്ടെന്നാണ് അവനോടെ നിന്നത്. ലീഹാൻ, നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോകണില്ലേ? നാശം, ഇവർക്ക് പരസ്പരം അറിയാവോ? അതെ. ഈ സമയത്ത് ആ ഒരു സ്പൈ ആട്ടെ എന്തോന്ന് ശ്രദ്ധിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൂടെ വാ. ഓക്കെ സാർ. എന്നിട്ട് അവർ നേരെ മുന്നിലേക്ക് നടന്നു നിന്ന് കുറച്ചധികം ദൂരം പോയി. അല്ല, ഇതൊരു റുട്ടീനല്ല, ഡേ റൂട്ടാണെന്ന് തോന്നുന്നു. ഇവൻ എന്തോക്കാ. അങ്ങനെ നടന്ന് മറ്റൊരു സ്ഥലത്തെത്തിയും അവിടുന്ന് 2 ഷീറ്റ് എടുത്ത് കൊടുത്തിട്ട് അത് ഇടാനും പറയുകയും ചെയ്യും. നമ്മൾ എന്തായാലും 4th സ്റ്റോറേജിലേക്കാണ് പോകാൻ പോകുന്നത്. നീ സൂക്ഷിച്ചു വരുന്ന പറഞ്ഞത് മനസ്സിലായോ? യെസ് സാർ. അങ്ങനെ പിന്നെ കാണാൻ സാധിക്കുന്നത് അവരവിടുന്ന് ചാടി പോകുന്നതാണ്, ആരും തന്നെ കാണാതെ. അങ്ങനെ അവർ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുകയും ചെയ്തു. അല്ല, ഇതൊരു സ്റ്റോറേജ് റൂമാണല്ലോ. റൈസ്, ഇത്ര സ്റ്റോറേജ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു വർഷം തന്നെ എല്ലാവരെയും ഫീഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുമല്ല, എനിക്ക് മാർഷൽ ആർട്സ് പഠിച്ച കുറച്ച് പേരെ സെൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സുപ്രീം സേബറിലെ ആൾക്കാരായിരിക്കുമോ? പക്ഷെ അവരെന്താണ് ഇവിടെ ചെയ്യുന്നത്? അതിനുശേഷം അവരുടെ ഒരു ഗേറ്റിൻ്റെ അവിടെ വരിക, നേരെ അകത്തേക്ക് കയറുകയും ചെയ്യും. അവിടെ ഒത്തിരിയധികം ആൾക്കാരുണ്ടായിരുന്നു. കണ്ടിട്ട് അവനാണ് തോന്നുന്നു ഇവരുടെ ലീഡർ. പെട്ടെന്നായിരുന്നു അവൻ്റെ കൂടെ വന്ന് നേരെ ബാക്കിലേക്ക് ചാടിയത്. നീ ആരാണ്? യഥാർത്ഥ ലീഹാന് എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞാണ് അവൻ നേരെ ചാടി ബാക്കിലേക്ക് മാറിയത്. ഇത് കേട്ടപ്പോൾ തന്നെ ബാക്കിയുള്ളവരെല്ലാവരും തന്നെ നമ്മുടെ ഇയോനെ സറൗണ്ട് ചെയ്തു. സെക്കൻഡുകൾ കൊണ്ട് തന്നെ അവനെ എല്ലാവരെയും പൊതിഞ്ഞു കെട്ടി. അവനൊരു സ്പൈ ആണ്, അവന് ഉറപ്പായിട്ടൊരു സ്പൈ ആണ്. അല്ല, താങ്കൾ എന്താണ് ഈ പറയുന്നത്? നിർത്ത്. ലീഹാൻ എന്ന് പറഞ്ഞത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവനൊരിക്കലും എന്നോട് ഫോർമലി സംസാരിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാവുന്നതാണ്. അത് മാത്രമല്ല, എനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ ഡെയിലി റൂട്ട് ബോട്ടിൽ കൂടെ അല്ല നമ്മൾ വന്നത്. പക്ഷേ എന്നിട്ട് നീ ഒരു സംശയം പോലും ചോദിച്ചില്ല. നീ ഒരു സ്പൈ ആണ്. ആരാണ് നീ? ആ സമയത്ത് ഈയാണെന്നും മിണ്ടുന്നില്ല. അല്ല, നിനക്കുറപ്പാണോ അവൻ്റെ സ്പൈ ആണെന്ന്? അതെ, ഉറപ്പാണ്. നീ ശരിക്കൊരു വിഡ്ഢിയാണ്. നീ വന്നിരിക്കുന്നത് പുലിമടയിലേക്കാടാ.